ഹലോ. സോ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ എല്ലാ ദിവസത്തെയും മാർക്കറ്റ് അപ്ഡേറ്റ്സ്, എവിടെയൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് മാറി നിൽക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നല്ലേ. സോ ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിലെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സോ ഇതിൽ ഉള്ള കണ്ടന്റ് എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ടു ഫോറക്സ് ട്രേഡിംഗ്, ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്നും ഫോറക്സ് ട്രേഡിംഗ് എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് പ്രവർത്തിക്കുന്നതെന്നും ഈ ഒരു മാർക്കറ്റിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നും ടു വേ മാർക്കറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചായിരിക്കും ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിലോട്ട് പോകും. സോ എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്നും എന്താ പറയുക, റിയൽ ടൈമായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് എങ്ങനെയാണ് മാർക്കറ്റിനെ അഫക്ട് ചെയ്തതെന്നും എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കാമെന്നും അത് മനസ്സിലാക്കി എങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് പോകണമെന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന്റെ ബേസിക് കാര്യത്തിലോട്ട് പോകാം. എങ്ങനെ ഒരു ചാർട്ട് നോക്കാം, ഒരു ചാർട്ട് കണ്ടാൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൂന്നാമത്തെ വീഡിയോയിൽ പോയതിനു ശേഷം നാലാമത്തെ വീഡിയോയിൽ ഒരു ബ്രോക്കറിനെ എങ്ങനെ ചൂസ് ചെയ്യാം, ഒരു ബ്രോക്കറിൽ എങ്ങനെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അതിനുശേഷം ആ അക്കൗണ്ട് എങ്ങനെ MT5 ആയിട്ട് കണക്ട് ചെയ്ത് ട്രേഡ് എങ്ങനെ ചെയ്തു പോകാം എന്നുള്ളൊരു കാര്യവും നിങ്ങളെ കൊണ്ട് ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ട്രേഡ് എടുപ്പിക്കുകയും ചെയ്യാം നാലാമത്തെ വീഡിയോയിലൂടെ. ഓക്കെ, സോ അഞ്ചാമത്തെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടൂൾ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ഏതാണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് റൂൾസ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ടും പോവാം. സോ ആ ഒരു ടോപ്പിക് എന്താ വെച്ചാൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഓക്കെ, സോ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിച്ചാൽ ഉറപ്പായിട്ട് നമ്മളൊരു ഡിസിപ്ലിൻ ട്രേഡറായി മാറുകയും ലോങ്ങർ ടേമിൽ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറുകയും ചെയ്യാം. അതാണല്ലോ എല്ലാവരുടെയും ഉദ്ദേശം. സോ അത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ മതിയാവും. സോ ഇതൊക്കെയാണ് നമ്മൾ ടോപ്പിക്ക് വരുന്നത്. സോ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയൊന്നുമല്ല. സോ ഒരു വളരെ ബേസിക് ലെവലിൽ ഒരു കോഴ്സാണ്. ഫോറക്സ് ട്രേഡിംഗിനെ പറ്റി അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്കായിരിക്കും ഇത് വളരെയധികം ഗുണപ്രദമാകുന്നതും. ഓക്കെ, സോ അല്ലാതെ ഒരു അഡ്വാൻസ് ലെവലിൽ ഒരാൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം ഉപകാരപ്പെടും എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അത് മാത്രമല്ല 5 മിനിറ്റ് മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് എടുത്ത് ഒരു ലോങ്ങർ ടേം പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാം. 5 to 10 മിനിറ്റ്സ് മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകാം. അങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കാൻ പഠിച്ചാൽ ഈവൻ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഒരു എന്താ പറയുക, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആര് തന്നെ ആയിക്കോട്ടെ, വെറും 5 to 10 മിനിറ്റ്സ് മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് എടുത്ത് പോകാം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ എനിവേസ്, മൈ നെയിം ഇസ് വിഷ്ണു and welcome to the video. Introduction to Forex Trading. So Forex Trading കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്നും എന്തൊക്കെയാണ് മേജർ കറൻസീസ് എന്നും എന്താണ് കറൻസി പെയർ, എങ്ങനെയാണ് ഈ കറൻസി പെയർ വർക്കായി അവിടെ ഒരു ട്രേഡ് നടക്കുന്നതും എന്നൊക്കെയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ഫോറക്സ് ട്രേഡിംഗ്? ഫോറക്സ് ട്രേഡിംഗ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് വൺ കറൻസി ഫോർ അനദർ. അതായത് ഒരു കറൻസി കൊടുത്തിട്ട് വേറൊരു കറൻസി വാങ്ങുന്നു, അത്രയേ ഉള്ളൂ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇന്ത്യൻ ബാങ്കുകളിലോട്ടൊക്കെ പോയാൽ നമുക്ക് അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ. ആ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു കറൻസി കൊടുത്തിട്ട് അവിടുന്ന് വേറൊരു കറൻസി വാങ്ങുന്നു. നമ്മളിപ്പോൾ വെളിയിലോട്ടൊക്കെ പോകാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്ത്യൻ മണി കൊടുത്തിട്ട് ഏത് രാജ്യത്തായിട്ടാണോ പോകുന്നത് ആ രാജ്യത്തിന്റെ കറൻസി നമ്മൾ വാങ്ങുന്നു അല്ലെ. കൂടുതൽ ആൾക്കാരും ദുബായിലോട്ട് പോകുന്നു അല്ലെങ്കിൽ UAE പോകാൻ നേരത്ത് ഇന്ത്യൻ മണി കൊടുത്തിട്ട് ദിർഹംസ് വാങ്ങുന്നു. ഞാൻ ഇവിടെ UK ഇപ്പോൾ ഉള്ളത്. സോ നേരത്തെ ഞാൻ UK ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇന്ത്യൻ മണി കൊടുത്തിട്ട് അതിന് ഇക്വലന്റ് ആയിട്ടുള്ളൊരു ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് ഞാൻ വാങ്ങി. സോ ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നതിനെയാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോറക്സ് മാർക്കറ്റ് ഓപ്പറേറ്റ്സ് 24 hours a day 5 days a week. 5 ദിവസം വർക്കാവും. മൺഡേ ടു ഫ്രൈഡേ ആണ് ഇത് വർക്ക് ആവുന്നത്. 24 മണിക്കൂറും ഈ ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ദ ലാർജസ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ദ വേൾഡ് വിത്ത് ഓവർ 6.6
trillion US dollars traded a day. ഒരു ദിവസം ട്രാൻസാക്ഷൻ എന്താ വെച്ചാൽ 6.6 ട്രില്യൺ US ഡോളേഴ്സിന്റെ വിനിമയമാണ് ഇവിടെ ഒരു ദിവസം നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ GDP യെക്കാട്ടി കൂടുതൽ വലിയൊരു ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ വൈ ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്? ബിക്കോസ് ദ പാർട്ടിസിപ്പൻസ് ആർ ബിഗ്. സോ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ്. ഓക്കെ, സോ ബാങ്കുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ HSBC ബാങ്ക്, സിറ്റി ബാങ്ക്, അങ്ങനത്തുള്ള അല്ലെങ്കിൽ JP മോർഗൻ, അങ്ങനത്തുള്ള ബാങ്കുകൾ, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടയോട്ട പോലെ അല്ലെങ്കിൽ ആപ്പിൾ പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് പെടുന്നതാണ് സെൻട്രൽ ബാങ്കുകൾ. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കുകൾ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ആണ്. ജപ്പാനിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ജപ്പാൻ ആണ്. ഇംഗ്ലണ്ടിലെ സെൻട്രൽ ബാങ്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്. അതേപോലെ നമ്മളെ പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സുമാണ് ഈ ഒരു മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എന്താ പറയുക, ഭയങ്കര വലിയ ബാങ്കുകളും ഭയങ്കര വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു മാർക്കറ്റിനെ പറ്റി പ്രോപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഒരു കാരണവശാലും റിയൽ ട്രേഡിങ്ങിലോട്ട് പോവാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് മേജർ കറൻസീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, സോ മേജർ കറൻസീസിൽ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഏതാണ് പറയേണ്ടത്? US ഡോളേഴ്സ് അല്ലെ. US ഡോളറിനെ നമ്മൾ വിളിക്കുന്നത് USD എന്നാണ്. ഓക്കെ, ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ വിളിക്കുന്നത് USD അല്ലെങ്കിൽ അതിന്റെ സിമ്പൽ USD ആണ്. ഓക്കെ, യൂറോയുടെ സിമ്പൽ EUR ആണ്. ഓക്കെ, സോ ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ടിന്റെ സിമ്പൽ വന്നിട്ട് GBP എന്ന് വിളിക്കും. ഓക്കെ, ജാപ്പനീസ് yen JPY, ഓസ്ട്രേലിയൻ ഡോളേഴ്സ് AUD, കനേഡിയൻ ഡോളേഴ്സ് CAD, സ്വിസ് ഫ്രാങ്ക് CHF. സോ ഇതൊക്കെയാണ് നമ്മളുടെ മേജർ കറൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ വാട്ട് ആർ കറൻസി പെയർസ്? കറൻസി നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഒരു പെയർ ആയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അത് കുറച്ച് ഡൗട്ട്ഫുൾ ആയിരിക്കും കേട്ടോ, എനിക്കൊന്നും തുടക്കത്തിൽ ഒന്നും മനസ്സിലാവാത്തൊരു ടോപ്പിക്കാണിത്. ഓക്കെ, സോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഏറ്റവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ കറൻസി ആർ ട്രേഡഡ് ഇൻ പെയർസ്. നമുക്ക് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് കറൻസി വേണം അല്ലേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നമ്മൾ ബാങ്കിൽ വേറൊരു രാജ്യത്തോട്ട് പോകാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ രാജ്യത്തിന്റെ കറൻസി വാങ്ങാനായിട്ട് ഇന്ത്യൻ റുപ്പീസ് കൊടുക്കുന്നു അല്ലേ. സോ അപ്പോൾ ഏത് രാജ്യത്താണോ നമ്മൾ പോകുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, ഞാൻ UK വന്നപ്പോൾ ഞാൻ ഇന്ത്യൻ റുപ്പീസ് കൊടുത്ത് GBP വാങ്ങി എന്ന് പറഞ്ഞു അല്ലേ. സോ അവിടെ നമ്മൾ വിളിക്കുന്നത് GBP INR എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, ആ പെയറിനെ നമ്മൾ പറയുന്നത് GBP INR എന്ന് പറയുന്നു. ഓക്കെ, സോ എ കറൻസി പെയർ ഷോസ് ഹൗ മച്ച് വൺ കറൻസി ഈസ് വർത്ത് റിലേറ്റീവ് ടു അനദർ. ഓക്കെ, സോ ഒരു കറൻസിയുടെ വില എന്ന് പറയുന്നത് മറ്റേ കറൻസിയുടെ വിലയായിട്ട് എങ്ങനെയാണ് ഈക്വലന്റ് ആവുന്നത്, എത്ര രൂപ കൊടുത്താൽ ഈക്വലന്റ് ആകും എന്നുള്ളതാണ് ബേസിക്കലി ഈ കറൻസി പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. നേരത്തെ പറഞ്ഞതുപോലെ USD INR എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഓക്കെ, സോ ഒരു $1 ഈസ് ഈക്വൽ ടു 88.69 INR എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, ഒരു $1 ഈസ് ഈക്വൽ ടു എത്ര INR ആണെന്ന് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ കറൻസി പെയറിൽ പറയുമ്പോൾ USD INR എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇതാണ് കറൻസി പെയർ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ അതിൽ നമ്മൾ USD അതായത് ഫസ്റ്റ് നിൽക്കുന്ന കറൻസിയെ നമ്മൾ എന്താ പറയാ ബേസ് കറൻസി എന്നും പറയും. രണ്ടാമത് നിൽക്കുന്ന കറൻസിയെ നമ്മൾ കോട്ട് കറൻസി എന്നും പറയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടിട്ട് തന്നെ USD INR എന്ന് പറയുന്ന പെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 88.69 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ വേറൊരു കറൻസി എടുക്കാം, EUR USD എന്ന് പറയുന്ന കറൻസി പെയർ എടുത്തു കഴിഞ്ഞാൽ EUR എന്ന് പറയുന്നത് ബേസ് കറൻസി എന്നും USD എന്ന് പറയുന്നത് കോട്ട് കറൻസി എന്ന് നമുക്ക് വിളിക്കുന്നു. സോ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ EUR USDയുടെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 1.1600 ആണ്. ഓക്കെ, സോ അതിന്റെ മീനിങ് വളരെ സിമ്പിൾ ആണ്. 1 EUR ഈസ് ഈക്വൽ ടു 1.1600 $. 1.1600 $. കൊടുത്താൽ മാത്രമേ ഒരു EUR നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഹൗ കറൻസി പെയർ വർക്ക്സ് വെൻ ട്രേഡിംഗ് യു ബൈ വൺ കറൻസി ആൻഡ് സെൽ ദ അതർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യൻ മണി കൊടുക്കുന്നു, അവിടെ നിന്ന് നമ്മൾ GBPയോ അല്ലെങ്കിൽ $അല്ലെങ്കിൽ US $, നമ്മൾ വാങ്ങുന്നു അല്ലെ. ബൈ when you expect the price to rise,
നമ്മൾ ഒരു പെയർ വാങ്ങാനായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ EUR/USD എന്ന് പറയുന്ന ആ ഒരു കറൻസി നമ്മൾ വാങ്ങുന്നത് EUR/USDയുടെ വില കൂടും, EURന്റെ വില കൂടും എന്ന് ഉള്ള ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, സെൽ വെൻ യു എക്സ്പെക്ട് ദ പ്രൈസ് ടു ഫോൾ. യൂറോ താഴും എന്നുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും നമ്മൾ അത് സെൽ ഓഫ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ബൈയിങ് 100 USD INR എന്ന് പറയുന്ന പെയർ നമ്മൾ വാങ്ങണം എങ്കിൽ, മീനിങ് ബൈയിങ് $100 ആൻഡ് സെല്ലിങ് 8,869 INR. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 8,869 INR നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ട് $100 വാങ്ങുന്നു. ഓക്കെ, സോ ബൈയിങ് $US മീൻസ് ബൈയിങ് യൂറോ ആൻഡ് സെല്ലിങ് ഓഫ് $US എന്നുള്ളതാണ് അവിടുത്തെ മീനിങ്. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ബേസ് ആൻഡ് കോഡ് കറൻസീസ് എക്സ്പ്ലെയിൻഡ്. സോ ബേസ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് കറൻസി ഇൻ ദ പെയർ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കോഡ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെക്കൻഡ് കറൻസി ഇൻ ദ പെയർ. സോ ദ പ്രൈസ് ടെൽസ് യു ഹൗ മച്ച് ഓഫ് കോഡ് കറൻസി ഈസ് നീഡഡ് ടു ബൈ 1 യൂണിറ്റ് ഓഫ് ബേസ് കറൻസി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയാണ് EUR/USDയുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1600 ആണ്. ഓക്കെ, സോ അവിടെ ഫസ്റ്റ് ബേസ് കറൻസി, ഒരു ബേസ് കറൻസി ഈസ് ഈക്വൽ ടു 1.1600 കോഡ് കറൻസി ആണ്. അല്ലെങ്കിൽ കോഡ് കറൻസി ഇവിടെ $US ആണ്, ബേസ് കറൻസി വന്നിട്ട് ഇവിടെ EUR ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഒരു ബേസ് കറൻസിയുടെയും കോഡ് കറൻസിയുടെയും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതാണെന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റിലേ പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ടൈപ്പ് ഓഫ് കറൻസീസിലോട്ട് പറഞ്ഞു പോവാം. ജസ്റ്റ് ഒരു നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ്. നമ്മൾ മേജർ കറൻസീസിൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ, ഞാനും മേജർ കറൻസീസിൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിൽ കൂടെ പോവുകയും ചെയ്യാം. ഓക്കെ, സോ മേജർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $US ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ പേഴ്സിനെയും നമ്മൾ മേജർ കറൻസി പെയർ എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, സോ EUR/USD അതൊരു മേജർ കറൻസി പെയറാണ്. GBP/USD മേജർ കറൻസി പെയറാണ്. USD/JPY മേജർ കറൻസി പെയറാണ്. ഓക്കെ, AUD/USD ഒരു മേജർ കറൻസി പെയറാണ്. ഇതൊക്കെ ഒരു മേജർ കറൻസി പെയറാണ്. ഓക്കെ, സോ മൈനർ കറൻസി പെയർ ഓർ ക്രോസ് പെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് $US ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ EUR/GBP, ഓക്കെ, GBP/JPY, EUR/JPY. ഓക്കെ, സോ ഇതൊക്കെ ഒരു മൈനർ പെയേഴ്സ് ആണ്. ഇതിനകത്തൊന്നും ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. EUR/GBPയിൽ വന്നിട്ട് ബേസ് കറൻസി വന്നിട്ട് EUR-ഉം കോഡ് കറൻസി വന്നിട്ട് GBP ആയിരിക്കും. ഓക്കെ, GBP/JPYയിൽ ബേസ് കറൻസി വന്നിട്ട് GBPയും കോഡ് കറൻസി വന്നിട്ട് JPY-യും ആയിരിക്കും അല്ലെ. സോ എക്സോട്ടിക് പെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ കറൻസി പ്ലസ് എമർജിംഗ് എക്കണോമിക് കറൻസിയാണ് എക്സോട്ടിക് പെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ USD/INR നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞതിന് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ എന്താണ് USD/INR ഒരു എന്താണ് എക്സോട്ടിക് പെയർ ആണ്. അതേപോലെ USD/TRY, ഓക്കെ, തുർക്കിഷ് ലിറയാണ് ഈ TRY കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ USD/ZAR, ഓക്കെ, ZAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ കറൻസിയാണ് ZAR എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എക്സോട്ടിക് പെയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ ഫോറക്സ് ട്രേഡിംഗിന്റെ ബേസിക്സ്, എന്തിനകത്താണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, എന്താണ് ഒരു കറൻസി പെയർ എന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോയതാണ് ഈ ഒരു സെഷനകത്ത്. സോ ഹൗ ടു ഡു ട്രേഡിംഗ്. സോ ട്രേഡിംഗിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൺസിഡർ ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇൻവെസ്റ്റ് വിത്ത് ഗുഡ് നോളജ് അബൌട്ട് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായതിനു ശേഷം മാത്രം നമ്മൾ ഈ മാർക്കറ്റിലോട്ട് ഇറങ്ങുക. കാരണം അതിപ്പം ഫോറക്സ് മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഈവൻ ക്രിപ്റ്റോ മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ല ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പം മ്യൂച്വൽ ഫണ്ട്സ് ആകാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്കിൽ വെറുതെ ലോങ്ങർ ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാവാം. അങ്ങനെയൊക്കെ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും എന്ത് ട്രേഡിംഗ് ചെയ്താലും എല്ലാത്തിനെയും പറ്റി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതിനു ശേഷം മാത്രം റിയൽ മണി ഇട്ട് ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഈസ് ഇറ്റ് സേഫ് ടു ഇൻവെസ്റ്റ്. സേഫ് ആണോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ സേഫ് ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം? നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ നമുക്ക് ഒരുവിധം കുറെ
കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും അല്ലേ. സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇന്ത്യൻ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ആ സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് പെർഫോമൻസിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അതിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ നല്ല ആൾക്കാരാണോ എന്നുള്ളൊരു കാര്യം കൂടെ മേക്ക് ഷുവർ ചെയ്യണം അല്ലേ. സോ ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും, ഓക്കെ ആ സ്റ്റോക്ക് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും, കാരണം അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭാവിയിൽ അത് വളരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാവും അല്ലെ. അതേപോലെ തന്നെ ആ ഒരു സ്റ്റോക്ക് ഏതൊരു ഇൻഡസ്ട്രിയാണ്, ആ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടെ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലാവും അത് നമുക്ക് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വെയർ ടു ഇൻവെസ്റ്റ് സേഫ്ലി എന്നുള്ളൊരു കാര്യം നമുക്ക് അതിലൂടെ മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പോസിബിലിറ്റീസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ മിക്ക ആൾക്കാരും ട്രേഡിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് അവർ കാണുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ട്രേഡിങ്ങിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അവരാരും ലോസ് കാണാറില്ല. ഈ ട്രേഡിങ്ങിനകത്ത് ലോസുകൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് മനസ്സിലാക്കുക. ലോസുകൾ ഇല്ലാത്ത ഒരാളാണെന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എല്ലാവരും ആ ആളെ കണ്ടുപിടിക്കുകയും അയാളെടുത്ത് ട്രേഡ് ചെയ്യാൻ കൊടുക്കുകയും ചെയ്യും അല്ലേ. പക്ഷെ എല്ലാ ആൾക്കാർക്കും ലോസുകൾ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളുടെ കൺട്രോളിലുള്ള കാര്യം എന്താ വെച്ചാൽ ലോസുകൾ ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എത്രമാത്രം ലോസ് ഉണ്ടാകും എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ട്രേഡിങ്ങിലോട്ട് ഇറങ്ങാൻ പറ്റും. ഇത് മാത്രമാണ് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യം. ആ കൺട്രോളിലുള്ള കാര്യം നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ലോങ്ങർ ടേമിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ പ്രോഫിറ്റ് ഷുഡ് ബി എ ബൈ പ്രോഡക്റ്റ് ഓഫ് വാട്ട് വി ഡസ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിൽ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമായിരിക്കണം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും മാർക്കറ്റ് നോക്കിയിരിക്കണം, എപ്പോഴും ഗ്രാഫ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറ്റും, നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് തോന്നുകയും മാർക്കറ്റിലോട്ട് ചുമ്മാ ഇറങ്ങുകയും അൾട്ടിമേറ്റ്ലി ലോസിലോട്ട് നമ്മൾ പോവുകയും ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സമയം ഏത് സമയത്താണ് നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ആവേണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വളരെ ചെറിയൊരു ടൈം, എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് തോന്നിയിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങി നമ്മൾ അൾട്ടിമേറ്റ്ലി ലോസിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, സോ എന്താണ് ഈ 5 മിനിറ്റ്, എങ്ങനെയാണ് ഈ 5 മിനിറ്റ് കണ്ടുപിടിക്കേണ്ടത്, ഏതൊക്കെയാണ് 5 മിനിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ കോഴ്സിന്റെ ഇനി അടുത്ത ടോപ്പിക്സിലൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ടോപ്പിക്കും കൂടെയാണത്. ഓക്കെ, സോ നമ്മളുടെ ഉദ്ദേശം, ഈ ഒരു കോഴ്സിന്റെ ഉദ്ദേശം തന്നെ 5 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈവൻ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും ട്രേഡിങ്ങിലോട്ട് എങ്ങനെ 5 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് ട്രേഡിങ്ങിൽ ഇറങ്ങാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ടോപ്പിക്കിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, സോ പോസിബിലിറ്റീസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളുടെ കയ്യിലുള്ള കാര്യം എന്താണ്, റിസ്ക് മാനേജ്മെന്റ് ആണ്. ആ റിസ്ക് നമ്മൾ മാനേജ് ചെയ്യുക, വളരെ ചെറിയ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മാത്രം നമ്മൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണ്, ക്യാൻ ഐ ഡു ഇറ്റ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. സോ എല്ലാ ആൾക്കാരും അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അല്ലേ. സോ നമ്മളോട് തന്നെ ചോദിക്കുക. സോ ചിലപ്പം ഒരാൾ ക്ലാസ്സിൽ ചിലപ്പം ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ആളായിരിക്കാം, ചിലപ്പോൾ അവരൊരു ഈ ഒരു കോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫോറക്സ് ട്രേഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെയോ ഒരു കോഴ്സ് ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് ചിലപ്പം ട്രേഡിങ്ങിൽ ഭയങ്കര നല്ല രീതിയിൽ ഒരു സക്സസ്ഫുൾ ട്രേഡറായി മാറാൻ പറ്റണം എന്നില്ല. പക്ഷേ ക്ലാസ്സിൽ ചിലപ്പോൾ ലാസ്റ്റ് റാങ്ക് മേടിച്ചിട്ടുള്ള ഒരാൾക്ക് ചിലപ്പം ഈ പറയുന്ന ഫോറക്സ് ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ ഏതൊരു സ്റ്റോക്ക് ട്രേഡിങ്ങിലോ ഏതിനകത്തും ചിലപ്പം ഒരു നല്ല രീതിയിൽ ഒരു സക്സസ്ഫുൾ ട്രേഡറായി മാറാനായിട്ട് സാധിക്കും. അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയാ, നമ്മൾ ട്രേഡ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ ആൾക്കാർക്കും, ഇപ്പൊ ചില ആൾക്കാർക്ക് ട്രേഡിംഗ് പറ്റിയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കില്ല. സോ അത് ഇനിഷ്യലി തന്നെ മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി വേറെ എന്തെങ്കിലും കാര്യത്തിനകത്തോട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇവിടെ there is a high chance that we can be in loss. ഇത് പ്രത്യേകിച്ച് എന്താ പറയാ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം വളരെ ഡൗട്ട്ഫുൾ ആണ്. ഓക്കെ, സോ ഇതെല്ലാം
ഓവർ എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ലും കൂടെയാണ് എന്ത്, നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യം. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ കോഴ്സ് കഴിഞ്ഞോട്ടെ നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഓവർ എ പോയിന്റ് ഓഫ് ടൈം ഓക്കെ അതിൽ നിങ്ങളൊരു പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോഫിറ്റ് എല്ലാ മാസവും ഒരു 2-3 മാസം പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ റിയൽ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങാനായിട്ട് പാടുള്ളൂ. What economists says about forex market? Economists says that it is the safest market in the world. It is the biggest market in the world. Perfect and non-manipulative market in the world. Most profitable market in the world. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു മാർക്കറ്റ് ഇതാണ്, ഏറ്റവും വലിയ മാർക്കറ്റ് ഇതാണ്, ഏറ്റവും എന്താ പറയാ നോൺ മാനിപ്പുലേറ്റീവ്, ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മാർക്കറ്റാണിത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു ഫോറക്സ് മാർക്കറ്റിലാണെന്നുള്ളൊരു കാര്യമാണ് എക്കണോമിസ്റ്റുകൾ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ വൈ ഇറ്റ് ഈസ് ദ സേഫസ്റ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്? വൈ? ബിക്കോസ് കറൻസിയാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ബിക്കോസ് കറൻസി സേഫ് ആയതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു മാർക്കറ്റും സേഫ് ആണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ് കറൻസി? കറൻസി ഈസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് വാല്യൂ ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്, ആ കൺട്രിയുടെ വാല്യൂവിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് കറൻസി എന്ന് പറയുന്നത്. അതിപ്പോ എന്താണ് വാല്യൂ ഓഫ് എ കൺട്രി? പൈസ ജനറേറ്റ് ചെയ്യുന്ന ഏതൊരു കാര്യവും വാല്യൂ ഓഫ് എ കൺട്രി ആണ്. അത് അഗ്രികൾച്ചർ ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ഒരാൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, അതും ഒരു കൺട്രിയുടെ വാല്യൂവിൽ ആഡപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടിട്ട് തന്നെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് വാല്യൂ ഓഫ് എ കൺട്രി കറൻസി ആയതുകൊണ്ടിട്ട് തന്നെ കറൻസി മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫോറക്സ് മാർക്കറ്റ് സേഫ് ആണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ വൈ ദിസ് മാർക്കറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ, ഒരു സിംഗിൾ ഡേ ട്രാൻസാക്ഷൻ $6.6 ട്രില്യൺ ആണ്. അപ്പോൾ $6.6 ട്രില്യൺ ട്രാൻസാക്ഷൻ നടക്കുന്ന ഈ ഒരു മാർക്കറ്റ് എവിടെയാണ്? നമ്മൾ എവിടെയെങ്കിലും ഈ മാർക്കറ്റ് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? അല്ലേ, ഇല്ല, എവിടെയും കാണാൻ പറ്റില്ല. കാരണം ഇതിന് ഒരു ഓഫീസും ഇല്ല, ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ഇല്ല, ഒരു സ്റ്റാഫുകൾ പോലും ഇല്ലാത്ത ഒരു മാർക്കറ്റാണ് നമ്മളുടെ ഈ പറയുന്ന കറൻസി മാർക്കറ്റ് എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് ഏറ്റവും വലിയൊരു മാർക്കറ്റ് ആയത്? ബിക്കോസ് കറൻസി ഇൻവോൾവ് ആയത് കൊണ്ടിട്ടാണ് ഇത് ഏറ്റവും വലിയൊരു മാർക്കറ്റ് ആയത്. കറൻസി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കറൻസി നമുക്ക് ബാങ്കുകളിൽ നിന്നാണ് കിട്ടുന്നത്. ബാങ്കുകൾക്ക് എവിടെ നിന്നാണ് കറൻസി കിട്ടുന്നത്? അവരുടെ സെൻട്രൽ ബാങ്കുകളിൽ നിന്നാണ് കറൻസി ബാങ്കുകൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ പ്രൈമറി പാർട്ടിസിപ്പൻസ് ആരാണ്? സെൻട്രൽ ബാങ്കുകളാണ് ഈ കറൻസി മാർക്കറ്റിന്റെ പ്രൈമറി പാർട്ടിസിപ്പൻസ്. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ സെൻട്രൽ ബാങ്കുകളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരാണ് ഇന്റർ ബാങ്ക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ കറൻസി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ, അതായത് $6.6 ട്രില്യൺ ട്രാൻസാക്ഷൻസും നടക്കുന്നത്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 2-way മാർക്കറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ വാട്ട് ഈസ് 2-way മാർക്കറ്റ് കോൺസെപ്റ്റ്? ദ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഇൻ ഫോളിംഗ് ആൻഡ് റേസിംഗ് ഓഫ് ദ മാർക്കറ്റ് ബൈ നോയിങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്യൂച്ചർ മാർക്കറ്റ് മൂവ്മെന്റ് ഈസ് കോൾഡ് 2-way മാർക്കറ്റ് കോൺസെപ്റ്റ്. ഒന്നും മനസ്സിലായില്ലല്ലേ? സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു കാര്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. 2-way മാർക്കറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പം നമുക്കത് എന്തൊരു പ്രോഡക്റ്റും ആയിക്കോട്ടെ, ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കത് വാങ്ങിയാൽ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് വിൽക്കാൻ പറ്റും അല്ലെ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ? പക്ഷെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഭയങ്കരമായി കൂടി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കത് പോയി വാങ്ങാനായിട്ട് ഭയങ്കര പേടിയാവും. കാരണം ഇവിടുന്ന് ഇനി താഴോട്ട് വീഴുമോ എന്നുള്ളൊരു പേടിയിലായിരിക്കും നമ്മൾ പോയി വാങ്ങാനായിട്ട് പറ്റാത്തത് അല്ലെ? സോ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കത് വിറ്റുകൊണ്ട് കച്ചവടം ചെയ്യാം. എങ്ങനെ വിൽക്കാം? നമുക്കത് വാങ്ങാതെ എങ്ങനെ അത് വിൽക്കാൻ പറ്റും അല്ലെ? ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞു പോകാൻ പോകുന്നത്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് താന്ന്
വന്നു കഴിഞ്ഞാലും നമ്മൾ ഹാപ്പിയാണ്. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് മുകളിലാണെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. കാരണം അവിടുന്ന് നമുക്ക് വിറ്റുകൊണ്ട് കച്ചവടം ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറയുന്ന 2-way മാർക്കറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇനി പറഞ്ഞു പോകാൻ പോകുന്നത് ഗോൾഡിന്റെ എക്സാമ്പിൾ ആണ്. കാരണം ഗോൾഡ് ആണ് കഴിഞ്ഞ ഒരു വർഷം ഭയങ്കരമായ ഓട്ടമായിരുന്നു അല്ലേ. സോ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലേ. നമുക്ക് ഇവിടെ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം താരിഫ് അനൗൺസ്മെന്റ് വെച്ചു, അതേപോലെ തന്നെ വാറുകൾ ഒന്നും തന്നെ നിന്നിട്ടില്ല. സോ അതൊക്കെ കൊണ്ടിട്ട് ഗോൾഡിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രഷർ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഗോൾഡിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം സാങ്കല്പികമാണ്. സോ ഗോൾഡിന്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ഓൾമോസ്റ്റ് 1 ലക്ഷത്തിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു പവന്. ഓക്കെ, സോ അത് ഞാനിപ്പോ എടുക്കാൻ പോകുന്ന പ്രൈസ് ഗോൾഡിന്റെ സാങ്കല്പികമായിട്ട് ഇപ്പം ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു പവൻ ഓഫ് ഗോൾഡിന് 80,000 രൂപയാണ് എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാം. 80,000 രൂപ. ഓക്കെ, ഒരു പവൻ ഓഫ് ഗോൾഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ ഒരു പവൻ ഓഫ് ഗോൾഡിന് 80,000 രൂപയിൽ നിൽക്കുന്ന ഇന്നത്തെ ദിവസം എനിക്കറിയാം അടുത്ത വർഷം താരിഫ് അനൗൺസ്മെന്റിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയും വോറുകളെല്ലാം അവസാനിക്കുകയും ഓക്കെ, അല്ലെങ്കിൽ അവസാനിച്ച് ഈ പറയുന്ന പ്രഷറുകളൊക്കെ ഗോൾഡിൽ നിന്ന് പോവുകയും ഗോൾഡിന്റെ പ്രൈസ് താഴെ പോകും എന്ന് എനിക്കറിയാം എന്ന് വിചാരിച്ചോ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഗോൾഡ് വിറ്റുകൊണ്ട് കച്ചവടം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, ഞാൻ ഗോൾഡ് വിൽക്കാനായിട്ട് എൻ്റെ ഗോൾഡ് ഇല്ല. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ, എൻ്റെ 10 കൂട്ടുകാരുടെ കയ്യിൽ ഗോൾഡ് ഉണ്ട്. എല്ലാ ആൾക്കാരുടെയും കയ്യിൽ ഒരു പവൻ ഓഫ് ഗോൾഡ് ഉണ്ട് എന്ന് സാങ്കല്പികമായിട്ട് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, സോ ഒരു പവൻ ഓഫ് ഗോൾഡിന് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കടമായിട്ട് ഗോൾഡ് എന്താ പറയാ ബാറുകൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഓരോ ഗോൾഡ്, ഓരോ പവൻ ഗോൾഡ് വെച്ച് ഞാൻ മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഗോൾഡ് എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ വെക്കൂല. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ഗോൾഡ് കൊണ്ടുപോയിട്ട് വിൽക്കും. ഓക്കെ, ഞാനപ്പോൾ വിറ്റപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് 80,000 രൂപ വെച്ച് 10 പവന് എനിക്ക് 8 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ഈ 8 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എടുത്ത് ചെലവാക്കുകയല്ല. ഈ 8 ലക്ഷം രൂപ ഞാൻ കൊണ്ട് ബാങ്കിലിട്ടു. ഓക്കെ, ഞാൻ ബാങ്കിൽ ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ 8 ലക്ഷം രൂപ അടുത്ത വർഷം 2026 ഓൾമോസ്റ്റ് ഒരു നവംബർ ഒക്കെ ആയ സമയത്ത്, അടുത്ത വർഷം ഇതേ സമയത്ത് ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40,000 രൂപയായി. ഞാൻ നേരത്തെ വിചാരിച്ചത് കണക്ക് തന്നെ സംഭവിച്ചു. എന്താണ്, 80,000 നിന്ന് 40,000 രൂപയായി ഗോൾഡിന്റെ പ്രൈസ്. ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ 8 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് വെറും 40,000 രൂപ കൊടുത്ത് 40,000 രൂപ വെച്ച് ഓരോ പവൻ വെച്ച് മേടിച്ചു. അങ്ങനെ 4 ലക്ഷം രൂപയ്ക്ക് ഞാൻ 10 പവൻ ഓഫ് ഗോൾഡ് മേടിച്ചു. ഓക്കെ, 10 പവൻ ഓഫ് ഗോൾഡ് മേടിക്കാൻ എനിക്ക് വെറും 4 ലക്ഷം രൂപ മതിയായിരുന്നു. എന്റെ ലാഭം എത്ര, ഞാൻ 4 ലക്ഷം രൂപ അവിടെ ലാഭം ഉണ്ടാക്കി. ഞാൻ എന്നെ സഹായിച്ചായിരുന്നു എൻ്റെ കൂട്ടുകാർ, ഓരോ പവൻ തന്ന് സഹായിച്ച കൂട്ടുകാരാണ്. അവർക്ക് എന്തെങ്കിലും എനിക്ക് കൊടുക്കണം അല്ലേ. ഞാൻ ഓരോ ആൾക്കാർക്കും 20,000 രൂപ വെച്ച് പ്രോഫിറ്റും കൊടുത്തു. ഓക്കെ, അങ്ങനെ 20,000 രൂപ വെച്ച് ഞാൻ പ്രോഫിറ്റ് കൊടുത്തപ്പോൾ ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപ ഞാൻ ആ പ്രോഫിറ്റിലും പോയി. ബാക്കി 2 ലക്ഷം രൂപ ഞാൻ എൻ്റെ പോക്കറ്റിലും ഇട്ട് ഞാനും ഹാപ്പി, എനിക്ക് ഗോൾഡ് കടം തന്ന എൻ്റെ കൂട്ടുകാരും ഹാപ്പിയായി. ഓക്കെ, സോ ഇങ്ങനെയാണ്, ഈ ഒരു കോൺസെപ്റ്റ് ആണ് സെല്ല് ചെയ്ത് കച്ചവടം ചെയ്യുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടിട്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ട്രേഡിങ്ങിൽ, ഫോറക്സ് ട്രേഡിങ്ങിൽ നമ്മളെ സെല്ല് ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ബ്രോക്കറുമാണ്. ഓക്കെ, സോ എനിക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ക്യാൻ വി നോ ദ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് മൂവ്മെന്റ് ഓഫ് എ ഫ്യൂച്ചർ ടൈം ഫ്രെയിം. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കുന്നത്. ഓക്കെ, എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ്, അടുത്ത സെഷനിലായിരിക്കും പറഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്, എന്തുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്, എന്തുകൊണ്ടാണ്. 2 കാര്യങ്ങൾ കൊണ്ടിട്ടാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ അനാലിസിസ് കൊണ്ടിട്ടും, രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ് കൊണ്ടിട്ടുമാണ്. ഓക്കെ, എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ്? അനാലിസിസ് ഓഫ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീസണിങ് ഈസ് കോൾഡ് ഫണ്ടമെന്റൽ അനാലിസിസ്. സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്
എക്കണോമിക് ആയിട്ടുമുള്ള റീസണിങ്, ബേസിക്കലി ന്യൂസുകൾ, ഓക്കെ, ന്യൂസുകൾ വരുന്നതിനനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ്. ഇപ്പൊ ഗോൾഡിന്റെ പ്രൈസ് മുകളിലോട്ട് പോകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്? പൊളിറ്റിക്കലായിട്ട് ഒരുപാട് അൺസർട്ടനിറ്റി ആയിരുന്നു നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ വേൾഡ് മൊത്തത്തിൽ ഉണ്ടായത്. ആദ്യമേ വാർ വന്നു അല്ലെ, ഉക്രൈൻ റഷ്യ വാർ വന്നു, അതിനുശേഷം ഹമാസ് ഇസ്രായേൽ വാർ വന്നു, അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയതിനു ശേഷം ഒരുപാട് താരിഫ് അനൗൺസ്മെന്റുകൾ നടത്തി. സോ അങ്ങനെയൊക്കെയാണ്, അങ്ങനെ അൺസർട്ടനിറ്റി ഉണ്ടായപ്പോൾ ഗോൾഡിലുള്ള പ്രഷർ കൂടുകയും ഗോൾഡ് മുകളിലോട്ട് പോവുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഡെയിലി ബേസിസിലും വീക്ക്ലി ബേസിസിലും ഉള്ള ന്യൂസുകൾ, ബേസിക്കലി നമ്മളൊരു USD പെയറിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ US നിന്ന് വരുന്ന ന്യൂസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളാണ്. ഓക്കെ, സോ US എന്നുള്ള ന്യൂസുകൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് എക്കണോമിക് കലണ്ടറിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, എക്കണോമിക് കലണ്ടർ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള എക്കണോമിക് കലണ്ടേഴ്സ്, ഫോറക്സ് ഫാക്ടറി, investing.com, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, ആ ബ്രോക്കറും ഫ്രീ ആയിട്ട് എക്കണോമിക് കലണ്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ നോട്ട് ചെയ്ത് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നോൺ ഫാം പേറോൾ എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. നോൺ ഫാം പേറോൾ പോലത്തുള്ള ന്യൂസുകൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് പോലത്തുള്ള, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പോലത്തുള്ള ന്യൂസുകൾ, അല്ലെങ്കിൽ GDP അനൗൺസ്മെന്റ് പോലത്തുള്ള ദിവസങ്ങളിലൊക്കെ മാറി നിൽക്കുക എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് വലിയ വലിയ മൂവ്മെന്റുകളിൽ നമ്മളുടെ പൈസ ലൂസ് ആവാതെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു പോവാം. ടെക്നിക്കൽ അനാലിസിസ് ഇസ് സ്റ്റഡീസ് പാസ്റ്റ് പ്രൈസ് മൂവ്മെന്റ് ആൻഡ് ചാർട്ട് ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ പ്രൈസ് ട്രെൻഡ്സ് ഇൻ ഫോറക്സ്. ഓക്കെ, സോ ടെക്നിക്കൽ അനാലിസിസ് എന്താ വെച്ചാൽ നമ്മുടെ പാസ്റ്റ് മൂവ്മെന്റുകൾ, ഓക്കെ, നമ്മുടെ പഴയ മൂവ്മെന്റ്, നമ്മുടെ ചാർട്ടിലുള്ള പഴയ മൂവ്മെന്റുകൾ നമ്മൾ എടുത്ത് നോക്കി അത് മനസ്സിലാക്കിയതിന് ശേഷം ഫ്യൂച്ചർ മൂവ്മെന്റ്സ് എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ ടെക്നിക്കൽ അനാലിസിസിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളും അതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതിനകത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതുമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് എന്താ പറയുക എന്നുള്ളൊരു എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സ് ഇടാറുണ്ട്. അത് ബേസിക്കലി ഗോൾഡ്, XAE USD, GBP USD, യൂറോ USD, USD JPY എന്നീ 4 പേരിലുള്ള അപ്ഡേറ്റ്സുകൾ ഞാൻ ഇട്ട് പോകാറുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഞാൻ പറയുന്ന മൂവ്മെന്റ്സും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നല്ല ഒരു കാര്യമായിരിക്കും. ഓക്കെ, സോ അങ്ങനെ അത് അങ്ങനെ ഡെയിലി ബേസിസിൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടണം എന്നുള്ള ആൾക്കാർ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫീഡ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ, ഞാൻ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ, എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഞാൻ അവൈലബിൾ ആയിട്ട് നമുക്ക് ഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ 1-to-1 മീറ്റിംഗ് എടുത്ത് പോവുകയോ ചെയ്യാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഉറപ്പായിട്ടും അടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസിൽ മാർക്കറ്റിൽ പണ്ട് സംഭവിച്ചിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ്, അല്ലെങ്കിൽ റിയൽ ടൈമായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ഇഷ്യൂസും അതെങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തെന്നും, ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്ന എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ വന്നിട്ട് അത് എങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് തീരുമാനമെടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുക
ഇഷ്ടമാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഫണ്ടമെന്റൽ അനാലിസിസിന്റെ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.